നുറുക്ക് ഗോതമ്പ് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള നുറുക്ക് ഗോതമ്പ് വേണമെങ്കിലും എടുക്കാം. അതാദ്യം 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അതാ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ അരച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് നല്ലപോലെ തന്നെ അരിച്ചെടുക്കാം. നമ്മൾക്ക് ഈ ഒരു നുറുക്ക് ഗോതമ്പിൽ നിന്നുള്ള പാലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു ബാക്കി വന്നത് മിക്സറിൻ്റെ ജാറിലിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ആ ഒരു മിക്സറിൻ്റെ ജാറ് കഴുകിയിട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 2 കപ്പ് ഒഴിച്ചിട്ടാണ് ഈ ഒരു നുറുക്ക് ഗോതമ്പിൽ നിന്നും പാലെടുത്തിരിക്കുന്നത്. അതിനുശേഷം ചെറിയ സ്ട്രെയിനറിൽ കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇത് പാനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. നല്ല അടികട്ടിയുള്ള പാൻ ഉപയോഗിക്കുക. അതിനുശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇത് നല്ല കട്ടിയായിട്ട് വന്നു തുടങ്ങും. ഇതുപോലെ കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇതുപോലെ കട്ടിയായി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൽ അഴുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ശർക്കരയിൽ അഴുക്കുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കിയതിന് ശേഷം അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഹൽവയുടെ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മിക്സിംഗ് മാത്രമാണ്. നമ്മൾ കറക്റ്റായിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത നെയ്യ് നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് വരും. അന്നേരം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ ആണ് നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അവസാനം ചേർത്ത് കൊടുക്കുന്ന നെയ്യ് ഇതുപോലെ കട്ടിയായിട്ട് വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നട്ട്സ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ സ്ട്രക്ചറൊക്കെ ഹോൾഡായി ആ ഒരു പാനിൽ നിന്നൊക്കെ റിലീസായി വരുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിന്റെ കുക്കിംഗ് ടൈം ഏകദേശം 30 മിനിറ്റ് ആണ്. ഇതുപോലെ സെറ്റായി വന്നതിന് ശേഷം നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ലെവൽ ചെയ്തെടുക്കുക. ഒരു നെയ്യ് തടവിയിരിക്കുന്ന സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പാറ്റിലോ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ലെവൽ ചെയ്തെടുക്കണം. അതിനുശേഷം പുറമേ വെച്ചിട്ട് തന്നെ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അരികുകൾ ഒന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം കയ്യിലേക്ക് വെച്ച് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് ഡീമോൾഡായിട്ട് വന്നോളും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വെച്ചുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലാണ് നമുക്ക് ഹൽവ കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഹൽവ ഇരിക്കുന്നത്. പുറമേ വെച്ച ഒരാഴ്ചകളൊക്കെ കേടാകാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ പോകും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.